ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ നമ്മൾ CS റാങ്കിൽ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനൊക്കെ വലിയൊരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സ് എന്നതിൻ്റെ വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വളർന്നമർത്തുകയാണ്. ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് നോട്ടിസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാതെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം നിങ്ങൾക്ക് ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് മാത്രം മതി. സ്നൈപ്പറായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വീടിൻ്റെ മേലോട്ട് കയറാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡം പ്ലേസ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഐഡം പ്ലേസ് വന്നിരുന്നത് വേറെ ഒന്നും നമ്മുടെ പോച്ച് നോക്കിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭിത്തിൻ്റെ മേലോട്ട് ജമ്പ് ചെയ്ത് നേരെ നിങ്ങൾ ഈ ഒരു വീടിൻ്റെ മേലോട്ട് ജമ്പ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ മേലെ ഇരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയും. ഇപ്പോൾ ഞാൻ തന്നെ ഒരു നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ വീടിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ഈ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി അതുപോലെ വിറ്ററിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മുന്നിൽ ഷോ കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഒന്നാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളാണ് ഈ വീടിന് മേലായിട്ട് എടുത്തുന്ന സ്പോട്ട് നമ്മുടെ ബാക്കിലായിട്ട് എടുത്തുന്ന സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാട്ട് വിചാരിച്ച് നമ്മൾ നിൽക്കണം. ആ നേരത്താണ് കേസ് നമ്മുടെ വീടിൻ്റെ മേലെ വേറെ എടുത്താൽ കയറി കേസ് അവനാണ് നമ്മൾക്ക് നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് കവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ പുറത്തോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തേക്കുക. നമ്മളാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് നല്ല രീതിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 50 വെച്ച് ഡാമേജ് കൊടുത്തു. പിന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയാണ് അവൻ്റെ സോണിയും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഹൈഡൻ പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫാക്ടറിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് ജസ്റ്റ് നിങ്ങളിൻ്റെ മേലോട്ട് ജമ്പ് ചെയ്യുക, ഡ്രമ്മിൻ്റെ മേലെ ചവിട്ടിയിട്ട് എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ടൊന്ന് ജമ്പ് ചെയ്യുക. ഇത് കുറേ കൂട്ടർക്ക് അറിയാമായിരുന്നു, കുറേ കൂട്ടർക്ക് അറിയാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലിട്ട് ഇവിടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് ആ സൈഡിലൂടെ ഈ സൈഡിലൂടെയൊക്കെ ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെയൊക്കെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് കില്ലൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു ഭാഗത്ത് എനിമീസ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഇതേപോലെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കവറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഹൈഡൻ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈഡൻ പ്ലേസ് അറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലാണെങ്കിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ചാനൽ സബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ വളർന്നമർത്തിയേക്കുക. അപ്പോൾ അതിനൊട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ അടുത്ത ഹൈഡൻ പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വെറും നമുക്കൊരു 3 ഗ്ലൂകൾ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണും കൂടെയാണ് വേണ്ടത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റും, ഫ്രണ്ടും കൂടെ വേണം. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഞാൻ ഇട്ട പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ 3 ഗ്ലൂകളുടെ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡം പ്ലേസ് വർക്ക് ആവത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഗ്ലൂകളുടെ മേലോട്ട് ജമ്പ് ചെയ്ത് കയറുക, പെട്ടെന്ന് കയറാൻ ശ്രമിക്കുക. എൻ്റെ ഫസ്റ്റ് ട്രയലിൽ നടന്നിട്ടില്ല, പിന്നെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ മേലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ജസ്റ്റ് അവിടെ നിന്ന് ഇരിക്കാൻ പറയുക. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മേലെ ചൊടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ മേലെ കയറിച്ച് നിങ്ങൾക്ക് നല്ല രീതിക്ക് താഴത്തുകൂടി മേലോട്ടൊക്കെ വരുന്ന എനിമീസൊക്കെ എല്ലാവരെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ അവിടെയുള്ള എനിമീനെ നല്ല രീതിയിൽ കുത്തിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ തോമസ് ആയതുകൊണ്ട് അവൻ ചാവുന്നില്ല ഗൈസ്, എന്തൊരു അവസ്ഥയാണ് നോക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മളടുത്ത ഹൈഡൻ പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വെറും ഒരു ഗ്ലൂകൾ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് കൂടെ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡം പ്ലേസ് വർക്ക് ആവത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഞാൻ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് നിങ്ങളൊരു ഗ്ലൂവാൾ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവനെ മേലെ ചവിട്ടിയിട്ട് ഈ ഗ്ലൂവാളുടെ മേലോട്ട് കയറി. എൻ്റെ ഫസ്റ്റ് ട്രെയിൽ ഏതായാലും നടന്നിട്ടില്ല, അപ്പോൾ രണ്ടാമത്തെ ട്രെയിൽ നടക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളിതിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കൂടെ ഈ മേലെ കൂടെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എനിമീസ് നമ്മളെ കാണില്ല, നീച്ച് നിൽക്കണമെങ്കിൽ നമ്മളെ കാണും, അല്ലെങ്കിൽ നമ്മളെ കാണത്തില്ല. നമുക്ക് നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ പുറത്ത് നൈസ് തന്നെ അടിച്ച് നോക്കില്ല, നമ്മളെ കണ്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഐഡം പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വെറും 2 ഗ്ലൂകൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു ഗ്ലൂകളായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഒരു ഗ്ലൂകളാണെങ്കിൽ ഒരു ഗ്ലൂകളുടെ, 2 ഗ്ലൂകളാണെങ്കിൽ 2 ഗ്ലൂകളുടെ. 2 ഗ്ലൂകളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും. ഒരു ഗ്ലൂകളാണെങ്കിൽ ചിലപ്പോൾ ചാടുന്ന സമയത്ത് വല്ല മിസ്റ്റേക്കും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇട്ട പോലെ നിങ്ങൾ കറക്റ്റ് 2 ഗ്ലൂകളുടെ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മേലോട്ട് കയറുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സൈഡിലൂടെയൊക്കെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. കാരണം എന്താ വെച്ചാൽ എനിമീസ് നമ്മളെ കാണത്തില്ല, വേണമെങ്കിൽ നമുക്ക് കവറിലാണെങ്കിൽ ഇരിക്കും ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ അവരെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. എനിമീസ് ഒരിക്കലും കാണത്തില്ല.
കാണത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ തന്നെ നിൽക്കുന്ന സമയത്ത് അതിൽ നെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതിൻ്റെ മേലോട്ട് കയറുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിരത്തി കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോൺ വരുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഒരു ഐഡം പ്ലേസ്. അപ്പോൾ തന്നെ നമ്മൾ 5ാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളം അമർത്തുകയാണെങ്കിൽ ഞാനാണ് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളിലൊക്കെ നോട്ടിസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം.